ഇനി കേരളത്തിലെ അനീതിയെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ചോദ്യം ചെയ്തവരുടെ ആ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഇനി ചോദ്യം ചെയ്യാനില്ല എന്ന് പറഞ്ഞത് VS പടിയിറങ്ങുകയാണ്. സമാനരഹിതനായിട്ടുള്ള നേതാവ്, സമാന്തരങ്ങളില്ലാത്ത നേതാവ്, സാമ്യമകന്ന ഒരു ഉദ്യാനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യാനം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച് തന്നെ പറയുന്നതാണ്. അദ്ദേഹത്തിന് നോക്കൂ, മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, പരിസ്ഥിതിയുടെ രാഷ്ട്രീയമുണ്ട്, സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട്, നമ്മുടെ തൊഴിലാളി വർഗ രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു VSൻ്റേത്. ആ VS എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി 82-ാം വയസ്സിൽ മുഖ്യമന്ത്രിയാവാൻ നിയോഗം ലഭിച്ച ഒരു മനുഷ്യൻ. ആ വയസ്സിലും ആ പ്രായത്തിലും ഊർജത്തോടുകൂടി പരിസ്ഥിതിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അദ്ദേഹം മൂന്നാറിലെ അനധികൃതമായ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തി. അപ്പോൾ പലർക്കും ഉണ്ടായ ഒരു സംശയമാണ്, എന്തിനാണ് ഇടിച്ചു നിരത്തിയത്? ഇത് ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ പോരാ എന്ന് VS പറഞ്ഞു. കാരണം എന്താണ്? അത് നമ്മൾ ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കോടതികളിൽ പോയി ആ കക്ഷികൾ ആ കെട്ടിടങ്ങൾ ഇൻടാക്റ്റായിട്ട് പിടിച്ചു വാങ്ങിക്കും. അതല്ല വേണ്ടത്. ഈ ബുൾഡോസറുകൾ അവരുടെ നെഞ്ചത്ത് കൂടി ഉരുളണം. പരിസ്ഥിതിയെ തകർത്തുകൊണ്ട് ഒരു പക്ഷേ ഇടുക്കിയിൽ കാണുന്ന ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തിന് നിദാനമായിട്ടുള്ള ഈ നിർമ്മിതികൾ, അതർക്കുമേലെയാണോ ഈ ബുൾഡോസറുകളുടെ ടയറുകൾ ഉരുണ്ടത്? നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ടയറുകൾ ഉരുണ്ടുരുണ്ടുരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ അവിടെ അതിന് ഒരു ചുവന്ന കൊടി കാണിക്കപ്പെട്ടു. ചുവന്ന കൊടി CPIയുടെ കൊടിയല്ല, അല്ലാതെ അവിടെ നിർത്തൂ എന്നുള്ളൊരു കൊടി അവിടെ കാണിക്കപ്പെട്ടു. അതോടുകൂടി ആ അധ്യായത്തിന് ആകസ്മികമായിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ സമാന്തരമായിട്ട് തന്നെ MG റോഡിലെ ഇതുപോലത്തെ അനധികൃത സ്ട്രക്ചറുകളും ഇടിച്ചു നിരത്തുകയുണ്ടായി. അതിനും അന്ത്യം വന്നു. അത് ചുവന്ന കൊടി കണ്ടുകൊണ്ടല്ല, ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട്. വലിയൊരു ലോബിയാണിത്, പണമുള്ള ഒരു ലോബി. അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനറികൾ ബുൾഡോസറിനെതിരെ ഉപയോഗിക്കാൻ ഇവർക്കുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് സ്റ്റേ വാങ്ങിക്കുകയും തുടർന്ന് ഇത് ബുൾഡോസറുകൾ നിശ്ചലമാവുകയും പിന്നെ തുരുമ്പിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നടന്ന ഒരൊറ്റ ഓപ്പറേഷനും ഇതുപോലെ വിജയകരമാവുകയോ ജനങ്ങളുടെ ഉള്ളിൽ ഇത്രയധികം ആവേശം ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ പുന്നപ്ര സമരം ഒക്കെ ജനിപ്പിച്ചതിന് സമാനമായിട്ടുള്ള ഒരു വലിയ ആവേശ തിരകളിലാക്കിക്കൊണ്ടാണ് ആ ഒരു ഓപ്പറേഷൻ, ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ, അല്ലെങ്കിൽ തന്നെ സർജിക്കൽ സ്ട്രൈക്കുകൾ പോലെ തന്നെ ഉള്ള ഒരു മുന്നേറ്റം ആയിരുന്നു അത്. പെട്ടെന്ന് അസ്തമിച്ചു മേഘജ്യോതിസ് പോലെയെങ്കിലും അത് ഇപ്പോൾ നടക്കുന്ന പോലെ മിന്നാമിന്നിങ്ങിൻ്റെ പ്രഭചൊരിഞ്ഞുകൊണ്ട് അപ്പം മങ്ങിയും മിന്നിയും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ 82-ാം വയസ്സിൽ മുഖ്യമന്ത്രി പദം ഏറ്റ സമയത്താണിതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഏറെക്കാലം പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. പക്ഷേ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കെ തന്നെ പാർട്ടി സെക്രട്ടറിയുമായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് തന്നെ സമരങ്ങൾക്കിടവേളയില്ല. അപ്പോൾ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നപ്പോഴും പാർട്ടി ഭരിച്ചിരുന്നപ്പോഴും ഈ സമരം തന്നെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ അദ്ദേഹം നിരന്തരമായ പോരാട്ടം നടത്തി. അങ്ങനെയാണല്ലോ അദ്ദേഹം ആ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെയായിട്ടാണ് അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങി വന്ന 14 പേരിൽ ഒരാൾ. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ജീവിച്ചിരുന്ന ഒരേ ഒരാളായിരുന്നു അദ്ദേഹം. ഇനിയിപ്പോൾ ആ 14 പേരിൽ ആരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ആ ഇടതുപക്ഷത്തോടൊപ്പം എപ്പോഴും നിന്നിരുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് പ്രഭാത് പട്നായിക്കിനെ അദ്ദേഹം സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട്, ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, ഇടതുപക്ഷ ധനതത്വശാസ്ത്രത്തിൻ്റെ പ്രബലനായിട്ടുള്ള വക്താവാണ് ഈ പ്രഭാത് പട്ടേൽ. അതായത് അവിടെ നമ്മൾ ഹ്യൂമൻ ലൈഫ് ഇൻഡെക്സ് അതാണ് നോക്കുന്നത്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് നോക്കുന്നത്. അല്ലാതെ നമ്മളുടെ ഈ പറയുന്ന രാഷ്ട്രത്തിൻ്റെ വികസനമല്ല നോക്കുന്നത്, വ്യക്തിയുടെ വികസനം.
അവൻ പട്ടിണിയില്ലാതെ കിടക്കുന്നു, അവന് ഡിഗ്നിറ്റി ഓഫ് ലൈഫോട് കൂടി ജീവിക്കുന്നു, അവൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അവിടെയായിരുന്നു ലക്ഷ്യം. അല്ല നമ്മുടെ ഈ പറയുന്ന ഗ്രോസ് ഇൻകം കൂട്ടുക, ഡൊമസ്റ്റിക് ഇൻകം കൂട്ടുക എന്നുള്ളതായിരുന്നു പ്രാധാന്യം. അല്ലാതെ നമ്മുടെ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല. ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അതിന് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിയ മഹാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, പാർട്ടി TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചപ്പോഴും അദ്ദേഹം ആ വിധവയായ KK രമയുടെ മുമ്പിൽ ചെന്ന് ആ സങ്കടം പങ്കുവയ്ക്കുന്ന ആ നിമിഷത്തിൻ്റെ ചിത്രം, അത് നമ്മളെ ആ മനുഷ്യസ്നേഹിയുടെ, ക്രൂരനല്ലാത്ത ഒരു ഭരണാധികാരിയുടെ. രാജേന്ദ്ര, ഈ 2016 തോന്നുന്നല്ലേ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ച സമയത്ത് പിന്നെ പ്രവർത്തകരെല്ലാവരും കൂടി AK സെന്ററിലേക്ക് നീങ്ങിയത് ഓർമ്മയുണ്ടാവില്ലേ? അതെ, അത്ര ആവേശത്തിരകളിളക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരുപക്ഷെ കാരണം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് സീറ്റ് ഉണ്ടെങ്കിൽ തീർച്ചപ്പെടുത്തിയാൽ സീറ്റുണ്ട്, അതില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ ഉള്ള VS-ന് നിഷേധിച്ചപ്പോൾ പ്രവർത്തകർ, അണികൾ മുഴുവൻ AK സെന്ററിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മൾ എവിടെ വേറെ ആരുടെ പേരിൽ കണ്ടിട്ടുണ്ട്? പാർട്ടി സമ്മേളനം നടക്കുമ്പോഴും ഇദ്ദേഹത്തെ വെട്ടിനിരത്തിയപ്പോഴും അവിടെ നിന്ന് ഇദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചിരുന്നു. പിണറായി വിജയൻ സഹി കെട്ടിട്ട് ആ കള്ളു കുടിച്ചിട്ടുണ്ട്. ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയാണോ ഇതെന്ന് ചോദിച്ചു. ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയാണോ ഇതെന്ന് ചോദിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി ശംഖുമുഖത്തെ കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഉറുദു കവിത, ബക്കറ്റിലെ തിര. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇപ്പോൾ നിലമ്പൂരിൽ തോറ്റ് തുന്നം പാടിയ സ്വരാജ് അന്ന് ആ പിണറായിയുടെ ആവേശത്തിൽ പിണിയാളായിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്, VS അച്യുതാനന്ദൻ. അപ്പോൾ ആലപ്പുഴയിലൊരു യോഗത്തിൽ, പാർട്ടി യോഗത്തിലല്ല, പറഞ്ഞ മറുപടി, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്, പുന്നപ്പറയിലെ തൂക്കുമരങ്ങളെ പേടിക്കാതിരുന്ന എന്നെ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന് ചുട്ട മറുപടി അദ്ദേഹം കൊടുക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത് പിന്നെ സ്വരാജിന് അതിൻ്റെ ഇത് കിട്ടുകയും ചെയ്തു. ആ തോൽവി ഇവിടെ നിലമ്പൂരിൽ ജനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ ആ VS-നോട് അദ്ദേഹം കൊടുത്ത ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണോ ഗുരുത്വദോഷമായിട്ട് തൃപ്പൂണിത്തറയിലും പിന്നെ നിലമ്പൂരിലും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ ഇനി അങ്ങോട്ട് പാർട്ടിയിൽ 2 തവണ തോറ്റു കഴിഞ്ഞാൽ പാർട്ടിയിലെ പരിഗണന പരിമിതമായിരിക്കും. അതൊരു വലിയ പാഠം തന്നെയാണ് സ്വരാജിനെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ 1985 മുതൽ 2009 വരെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ആ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കെ തന്നെയാണ് പിണറായി വിജയൻ്റെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സഹി കെട്ടിട്ട് പിണറായി വിജയൻ ഒരഭിപ്രായവും അതുവരെ അളന്നു മുറിച്ചു തൂക്കിയല്ലാതെ പറഞ്ഞിട്ടില്ലാത്ത പിണറായി വിജയൻ പത്രക്കാരുടെ മുമ്പിൽ അത് വളരെ മോശമായി പോയി. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഇങ്ങനെ പറയാൻ പാടില്ലായി. തുടർന്നാണ് പാർട്ടി സെക്രട്ടറി ഇവരെ 2 പേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റിയത്. പിൽക്കാലത്ത് ഒരു ഒത്തുകളിയിലൂടെ പിണറായി വിജയനെ തിരിച്ചെടുക്കുകയും VS-എന്ന് പറയുന്ന ചരിത്ര പുരുഷനെ, ചരിത്രത്തിന് മുമ്പേ നടന്ന മനുഷ്യനെ അപമാനിച്ചുകൊണ്ട് പുറത്തു നിർത്തുകയും ചെയ്തത്. അപ്പോഴും അദ്ദേഹം സക്രിയമായിട്ട് രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കൊടുക്കാതിരിക്കാനും മാന്യമായ സ്ഥാനം കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് 2016 വരെ മുതൽ 2021 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നുള്ളൊരു പദവി ക്യാബിനറ്റ് റാങ്കോട് കൂടി കൊടുത്തത്. അദ്ദേഹം വളരെ സവിസ്തരമായിട്ട് നമ്മുടെ നിയമാവലി പഠിച്ച് ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഭേദഗതി ചെയ്ത് മാറ്റേണ്ടതിന് വേണ്ടി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ഇന്ന് വരെ ആത്മാർത്ഥമായിട്ട് നടക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ നൂലാമാലകളുണ്ടല്ലോ സിസ്റ്റത്തിൻ്റെ. അതുകൊണ്ടാണല്ലോ ഇപ്പം മെഡിക്കൽ കോളേജുകളിലും ഒക്കെ വേണ്ടത്ര രീതിയിൽ കാര്യങ്ങൾ 40,000 രൂപയുടെ ഒരു ഉപകരണം ഇല്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ നടക്കാതെ പോയത്. ആ സിസ്റ്റത്തിനെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പരിഷ്കാരം അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ്. നമ്മൾ കണ്ടിട്ടില്ല, മുഴുവൻ വായിച്ചിട്ടുമില്ല. പക്ഷേ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പൊടി തട്ടി നോക്കുക പോലും ചെയ്യാതാണ് ഗവൺമെൻറ്റുകൾ അവരുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥമായിട്ടുള്ള, അതുപോലെ തന്നെ സ്വജനപക്ഷപാതവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവസ്ഥരാണ് നമ്മൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വീഡിയോ പൈറസി എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം ആ കാലത്ത് വലിയ സിനിമകളൊക്കെ കൂപ്പുകുത്തുകയായിരുന്നു. ഏത് സിനിമ പുറത്തിറങ്ങിയാലും എത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ അവ പുറത്തിറക്കിയാലും ശരി, അതിൻ്റെ വീഡിയോ കോപ്പികൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരു മാജിക്കൽ റിയലിസം കേരളത്തിൽ നടന്നു. അതിനെതിരെ നിയമനിർമ്മാണം നടത്തി ആ പൈറസിയെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച ആളാണ് അദ്ദേഹം. മുഴുവനായിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും.
പക്ഷേ പല ചലച്ചിത്രങ്ങളിലും മോഷ്ടിക്കപ്പെടുന്നത് കണ്ടുപിടിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ആ കാലത്ത് ചെയ്യുന്നുണ്ടായി. അങ്ങനെ സിനിമ ഇൻഡസ്ട്രി ഒന്ന് രക്ഷപ്പെട്ട കാലം കൂടിയായിരുന്നു അത്. അപ്പോൾ അതുപോലെ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ശ്രീനിവാസൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, അദ്ദേഹം ചൈനീസ് പെൺകുട്ടിയുമായിട്ട് അറേബ്യൻ നാടുകളിൽ പോകുന്ന ഒരു അറബിക്കഥ അല്ലേ, മുകുന്ദനാണ്. അതെ അറബിക്കഥ അല്ലേ. ആ കാലം സിനിമയൊക്കെ പോയി തിയേറ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന ചിത്രമായിട്ടും അത് തിയേറ്ററിൽ പോയി കാണുകയും അതിനെക്കുറിച്ച് ഒന്നും രൂപ മുകുന്ദൻ വരുന്ന ചിത്രം അവിടെ പോയി വിടുവായൻ തവളകൾ എന്നൊക്കെയുള്ള പരാമർശം ഒക്കെയുള്ള പാട്ടോടുകൂടിയ സിനിമ. അങ്ങനെ സിനിമ കാണുന്നതിലൊക്കെ കമ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. തന്നെ SFI കുട്ടികൾക്ക് ഏറ്റവും അധികം സുരക്ഷ നൽകിയിരുന്ന, അവരെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ സംവാദത്തിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്നതിന് നമ്മൾ എന്താ നിങ്ങൾ പിന്നെ പറയുന്നത്, എന്താ ഞങ്ങളുടെ പിള്ളേർ SFIക്കാരെ തല്ലി ചതച്ച് കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് എടുത്ത് ചോദിച്ച കാര്യം. അപ്പോൾ ആ തരത്തിൽ കുട്ടികളെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തെയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ യാതൊരു ആഡംബരങ്ങളുടെയും ആർഭാടങ്ങളുടെയും പിൻബലമില്ലാതെ അദ്ദേഹം ധരിച്ചിരുന്ന ജൂബ തന്നെ അവസാനം വരെ ധരിക്കുകയും അതിൽ ആർഭാടങ്ങളൊന്നും കാണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയോ മക്കളെയൊക്കെ ഔദ്യോഗിക ചടങ്ങുകളിൽ അദ്ദേഹം ഒരിക്കലെങ്കിലും കസേരയിൽ ഇരുത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഏതെങ്കിലും പശുത്തൊഴുത്തോ അതല്ലെങ്കിൽ കുളമോ സർക്കാർ ചെലവിൽ നിർമ്മിച്ചിരുന്നതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ വീടിൻ്റെ മുറ്റത്ത് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നു. സാധാരണ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ തുടിപ്പുകളോടുകൂടി തന്നെയാണ് അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ പിറന്നാളിന് ഒരു വലിയ അടങ്ങളൊന്നുമില്ല, ഫിഷ് കറിയോട് ഒരു ഊണ് അത് മാത്രമായിട്ട് KR ഗൗരിയമ്മ നടത്തിയിരുന്നത് പോലെയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതുപോലെ KR ഗൗരിയമ്മ വലിയ ജന്മി കുടുംബത്തിലെ ആയിരുന്നുകൊണ്ട് അവരുടെ ജയിൽ ജീവാസത്തിനിടയിൽ ഒരൊറ്റ അടിയോ ഒന്നും ഉണ്ടായില്ല. പോലീസുകാർക്ക് അവരെ ബഹുമാനമായിരുന്നു. യഥേസമയം VSന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നു പോലീസ് മർദ്ദനത്താൽ. എന്നിട്ടും അത് വകവയ്ക്കാതെ കണ്ട് അദ്ദേഹം ജീവിതം നയിച്ചു. ആ ചിട്ടയും അടുക്കുമുള്ള ജീവിതം കൊണ്ട്, വ്യായാമം, യോഗാസന ഇതൊക്കെയുള്ള ജീവിതം കൊണ്ട്, നടത്തം ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കുടവേർ പോലും വരാതെ കൊണ്ട് നെഞ്ചുക്കോടുകൂടി അവസാനം വരെ അദ്ദേഹം നടന്നു. ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ നട്ടല് നിവർത്താതെ അവസാന ശ്വാസം വരെയും അദ്ദേഹം ജീവിച്ചു, കീഴടങ്ങാതെ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ജീവിച്ചു. ആ അഭിമാനത്തോടു കൂടി അദ്ദേഹം വിടവാങ്ങുകയാണ്. അപ്പോഴും തീക്കനൽ ജ്വാല പോലെ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മന്ത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവും. VS എന്നും ജീവിക്കുന്ന നമ്മളോടൊപ്പം പോകുന്ന കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ജാതി മതഭേദ ചിന്തയെന്നി അദ്ദേഹത്തിന് അമൃതശാന്തി നേരുകയും. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.